ഇനി കേട്ടോളൂ, കുളിപ്പിക്കേണ്ട വിധം പറയാം. ആദ്യമായി ചെയ്യേണ്ട രീതി ഇതാണ് രീതി. ഈ പറയാൻ പോകുന്നതാണ് രീതി. ആ രീതിയാണ് അനുവർത്തിക്കേണ്ടത്. ആദ്യമായി മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ മയ്യത്തിനെ കട്ടിലിൽ ഒന്ന് എണീപ്പിച്ചിരുത്തുക. ആ എണീപ്പിക്കിരിക്കൽ മയ്യത്തിനെ ഒരല്പഭാഗം പിന്നിലേക്ക് ഇങ്ങനെ ചരിച്ചിരുത്തുക. എന്തുകൊണ്ട് മയ്യത്തിന്റെ വയറ്റിലുള്ളത് പുറത്തു പോകാൻ വേണ്ടിയാണ് ഈ ഇരുത്തം ഇരിക്കുന്നത്. നേരെ കുത്തിയിരുത്തരുത്. കുത്തിയിരുത്തിയാൽ അത് ഒരു നിലക്കും മയ്യത്തിന്റെ വയറ്റിലുള്ളത് പുറത്ത് പോവാതിരിക്കാനേ ഉപകരിക്കുകയുള്ളൂ. മനസ്സിലായില്ല? ഒരല്പം ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ ചരിച്ചിരുത്തുക. ആര്? മയ്യത്തിനെ കുളിപ്പിക്കുന്ന ആൾ. ശ്രദ്ധിക്കും കേട്ടോ ആ പറയുന്നത്. ഇതിന്റെ വിധം ഞാൻ അങ്ങോട്ട് പറയാം, ശ്രദ്ധിക്കും. അതായത് ഇതിന്റെ വിധം, ഈ മയ്യത്തിനെ ഒരു കട്ടിലിൽ കിടത്തുക. ഈ കട്ടിലിൽ കിടത്തിയിട്ടുണ്ടാവുമല്ലോ, ഈ കട്ടിലിൽ കിടത്തിയിട്ടുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യാന്നറിയോ? ഇയാളുടെ വലത്തെ കാല് ഇയാൾ മയ്യത്തിന്റെ ഇടഭാഗത്ത് നിൽക്കുക, കുളിപ്പിക്കുന്ന ആൾ. എന്നിട്ട് അയാളുടെ ഇടഭാഗത്തെ വലത്തെ കാല് കട്ടിലിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് മയ്യത്തിന്റെ പുറം ഭാഗം ഇതിലേക്കൊന്നിങ്ങോട്ട് ചാരി നിർത്തുക. മനസ്സിലായില്ലേ പറഞ്ഞത്? ഇയാളുടെ വലത്തെ കൈ കൊണ്ട് മയ്യത്തിന്റെ ചുമൽ താങ്ങി പിടിക്കുക. ഇയാളുടെ ഈ തള്ളവിരൽ മയ്യത്തിന്റെ നഖറത്തുൽ ഖഫ, അതായത് ഈ പെരടയുടെ ആ കുഴിയിലേക്ക് കയറ്റി വെക്കുക. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നാലാളുണ്ടായാൽ, 2-3-4 ആളുണ്ടായാൽ ഇത് സുഖാണല്ലോ എന്ന് വിചാരിക്കരുത്. നോക്കൂ, നിങ്ങൾ ഇത്ര ശരായി സൂക്ഷിച്ചിരുന്ന കാര്യം മനസ്സിലാക്കാൻ കൂടുതൽ ആൾ അവിടെ ഉണ്ടാകാൻ പാടില്ല. ഒരാളെ കൊണ്ട് തന്നെ ഇതൊക്കെ ചെയ്യിപ്പിക്കണം. മാത്രല്ല, മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ നിർബന്ധമായും ആലിമൻ ബി സുന്നത്തിൽ ഗുസ്ലി, കുളിയുടെ നിബന്ധനകൾ നിയമങ്ങൾ കർശനമായും അയാൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോഴാ കുളിപ്പിക്കേണ്ടത്. ഏതുപോലെ മയ്യത്തിന് ബാപ്പ മരിച്ചാൽ മകൻ ഇമാമ നിൽക്കാം. ഏത് മകനിക്ക് ഇമാമ നിൽക്കാം? അറിവുണ്ടാവണം. ദുനിയാവിൽ ഇക്കാര്യം വരെ ഇമാമ നിൽക്കാത്ത മക്കളും ബാപ്പ മരിച്ചാൽ കയറി നിൽക്കും. നാട്ടുകാർ ഇതുവരെ എന്നെ ഇമാമാക്കിയിട്ടില്ലെങ്കിലും ഇന്ന് ഇമാമാകാൻ എനിക്ക് കഴിയും, നാട്ടുകാരൊന്ന് കാണട്ടെ എന്നാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ അതൊരു അഹങ്കാരമാണ്. ഇന്ന ഇമാമാകാൻ പറ്റുമല്ല എന്നുള്ളത് ഇന്ന് തീരുമാനിക്കും. ഏതായാലും ഇതുവരെ ഇവൻ നിസ്കരിച്ചാൽ ഇമാമ പള്ളി നിസ്കരിക്കണ്ടെന്നുണ്ടാൽ ഹൗദുംകരയിലുള്ള ആളുകൾ വരെ തൽക്കാലം അവിടെ ഇങ്ങനെ കുരച്ച് നിൽക്കുമ്പോൾ കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇങ്ങനത്തെ ഇവനാണെങ്കിലും ഇവന്റെ വാപ്പ വെച്ചാൽ ഇവൻ തന്നെ. ഇതൊക്കെ എവിടുത്തെ നടപ്പാൻ മനുഷ്യന്മാര് എന്നതുപോലെ വളരെ ശരിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് വരും. ഇത് വളരെ നാളെ ആ ഭാഗത്തേക്ക് വരും. ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അറിവുള്ള ആളുകളാണ് ആ കാര്യം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ പറഞ്ഞത്? വലത്തെ കാല് കയറ്റി വെക്കുക, കാൽമുട്ടി ഇങ്ങനെ ഇതിലേക്ക് കയറ്റി വെക്കുക. എന്നിട്ട് ഇയാളെ പുറം താങ്ങി നിർത്തുക. മയ്യത്തൊരല്പം പിന്നിലേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് നിന്ന രൂപത്തിൽ ഇരിക്കുക. മനസ്സിലായില്ലേ? ഇയാളുടെ വലത്തെ കൈ കൊണ്ട് മയ്യത്തിന്റെ ചുമലിനെ താങ്ങുക. ഇയാളുടെ വലത്തെ കൈയിന്റെ തള്ളവരൽ മയ്യത്തിന്റെ നഖറത്തുൽ ഖഫ. മനസ്സിലായില്ലേ പറഞ്ഞത്? ഈ പെരടിയുടെ കുഴിയിലേക്ക് ഇങ്ങനെ വെക്കുക. എന്നിട്ട് അടുത്ത പ്രവർത്തനം എന്താ? എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം എന്നറിയോ? ഇടത്തെ കൈ കൊണ്ട് ഏത് മോശപ്പെട്ട പ്രവർത്തനവും ചെയ്യാൻ മുസ്തഫ നബി ഉപയോഗിച്ചിരുന്നത് ഇടത്തെ കൈ. അതാണ് ഇവിടെ സുന്നത്ത് എന്ന് പറയുന്നത്. തിരിച്ചു ചെയ്താലും പറ്റില്ലേ? പറ്റും, പക്ഷെ സുന്നത്തിനെതിരാണ്. മനസ്സിലായില്ലേ? എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം എന്നറിയോ? മയ്യത്തിന്റെ വയറ്റിനെ തടവി കൊടുക്കണം. അതും മെല്ലെ തടവി കൊടുക്കണം. എന്തുകൊണ്ട്? ഇഹ്തിറാമല്ലോ, മയ്യത്തിനോടുള്ള ആദരവാണ്, ബഹുമാനമാണ്. മെല്ലെ തടവി കൊടുക്കണം. അപ്പോൾ മുഅയ്യിൻ എന്ത് ചെയ്യണം? യസുബ്ബുൽ മാ, വെള്ളം ചരിച്ചുകൊണ്ടേയിരിക്കണം. എത്ര തവണ ആ വയറ്റിലുള്ളത് മുഴുവനും പുറത്തു പോയി എന്ന് ഹാസിന് ബോധ്യപ്പെടുന്ന സാഹചര്യം. എന്തുകൊണ്ട്? ഇത് നല്ലപോലെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടെന്നാൽ ഇത് പുറത്ത് പോയില്ലെങ്കിൽ, ഇപ്പോൾ പുറത്ത് പോയി പൂർണ്ണമായി പോയില്ലെങ്കിൽ പിന്നെ കഫനിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം വന്നാൽ അത് വലിയ ബുദ്ധിമുട്ടാക്കും. പിന്നെ കഫൻ പൊളിച്ചത് നീക്കം ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അതുകൊണ്ട് പരമാവധി പൂർണ്ണമായി പോകുന്ന വിധം വരെ ചെയ്യണം എന്ന്. വയറിന്റെ മേലെ ഈ കൈയിനെ ഇടത്തെ കൈ ഇങ്ങനെ നടത്തി ഇമ്രാറൻ ബലീഗൻ ഒന്ന് നന്നാക്കി നടത്താം. മറത്തൻ ബഅദ മറ, വീണ്ടും വീണ്ടും വീണ്ടും. വളരെ ശക്തി കൂട്ടരുത്. എന്തുകൊണ്ട്? എങ്കിലും മയ്യത്തിന്റെ വയറ്റിലുള്ളത് പൂർണ്ണമായി പുറത്തു പോവുകയും വേണം. അത് പുറത്ത് പോകും. കാരണം എന്തുകൊണ്ട് മയ്യത്തിനെ അതിനെ പിടിച്ചു നിർത്താവുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ മയ്യത്തിന്റെ ഉള്ളിൽ ഇല്ല. അവിടെ വളരെ ശ്രദ്ധിക്കേണ്ടത്, മുഅയ്യിൻ ആയാൽ ഉടനെ ഇത്തരം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? മരണ വീട്ടിൽ എന്തെങ്കിലും സുഗന്ധത്തെ പുകപ്പിക്കൽ സുന്നത്താകുന്നു. മരിച്ചത് ബോധ്യപ്പെട്ടത് മുതൽ സുന്നത്താണ്. മയ്യത്തെടുക്കുന്നത് വരെ സുന്നത്താകുന്നു. എന്നാൽ മയ്യത്തെടുത്ത വീട്ടിൽ ആ സുന്നത്തൊന്നുമില്ല.
ഒന്ന്, മയ്യത്തെടുത്ത വീട്ടിൽ, മരിച്ച വീട്ടിൽ പിന്നെ 40 ദിവസം വെക്കണം എന്നൊക്കെയുള്ള ചില വാക്കുകളുണ്ട്. അതൊക്കെ അന്ധതയാണ്, അതൊക്കെ അന്ധവിശ്വാസമാണ്. അങ്ങനെയൊന്നും ശറഅയില്ല. ഇത് അവിടെ ഒരു ദുർഗന്ധം വ്യാപിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ചില പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ട്. ഉള്ളത് ചെയ്യില്ല, ഇല്ലാത്തത് വേണ്ടാത്തതൊക്കെ ചെയ്തുണ്ടാക്കും. മരിച്ച വീട്ടിൽ ഇല്ല 40 ദിവസം വിളക്ക് വെക്കുക ഇല്ലേ? ഉണ്ടോ? കോഴിക്കോട്ടുണ്ടോ? ഇല്ല. അല്ല, അന്ധവിശ്വാസത്തിന്റെ മറുപടം കോഴിക്കോട് തന്നെയാണ്. മലപ്പുറത്തേക്ക് കഴിഞ്ഞ ശേഷം വന്നിട്ടുണ്ട്. മലപ്പുറത്തേക്ക് കൂടി പിന്നാലെ കൂടി, ഇന്ന് കോഴിക്കോട്ടെ പിന്നാലെ കൂടാ. ചിന്തിക്ക്, ഇതൊക്കെ അന്ധത വരും മനുഷ്യനെ. ഇതൊക്കെ അന്ധത വരും, സ്വാഭാവികമായി ഇതൊക്കെ വരുന്നുണ്ട്. മരിച്ച വീട്ടിൽ ഒരു പ്രധാനപ്പെട്ട ടൗണിൽ താമസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പള്ളിയുടെ ജനറൽ സെക്രട്ടറി എന്നോട് ചോദിക്കുകയാണ് ഒരു ദിവസം, അയാളെ ഉമ്മ മരിച്ചിട്ട് ഇതുപോലെ 40 ദിവസം വിളക്ക് വെച്ചു, പെങ്ങന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു, എന്താ അതിന്റെ മസല ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അയാൾ എന്നോട് പറയുന്നത്. എന്താ അതിന്റെ അടിസ്ഥാനം? ദീനിലില്ലാത്ത, ഉള്ളത് ചെയ്യില്ല, ഇല്ലാത്തത് ഇങ്ങനെ ചെയ്തുണ്ടാക്കും. അതൊക്കെ വളരെ ശ്രദ്ധിക്കുക. അങ്ങനത്തെ ഒരു പ്രവർത്തനവും ദീനിൽ ഇല്ല. മനസ്സിലായില്ലേ മോമിനിങ്ങളെ? അത് വളരെ ശ്രദ്ധിക്കണം. എന്നാലാകട്ടെ മരിച്ച വീട്ടിൽ ഇത്തരം സുഗന്ധത്തിരികൾ എന്തെങ്കിലും കത്തിക്കണം. എന്തുകൊണ്ട്? അവിടെ അത് സംബന്ധമായ എന്തെങ്കിലും മോശപ്പെട്ട ദുർഗന്ധങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ഇത്തരം ഇത് മയ്യിത്തിനെ കുളിപ്പിക്കുന്നിടത്തും ഉണ്ടാകൽ ആവശ്യമാകുന്നു. മാത്രമല്ല വയസുൽ മാവ്, വെള്ളത്തെ ഉള്ളത് മുഴുവനും എത്രയും പെട്ടെന്ന് ഇല്ലാതെയാക്കി കളയാൻ വേണ്ടി ഇഷ്ടംപോലെ വെള്ളം ഒഴിച്ചുകൊണ്ടേയിരിക്കണം. അത് കഴിഞ്ഞു. എന്നിട്ട് രണ്ടാമത്തെ കാര്യം, പിന്നെ അയാളെ മലർത്തി കിടത്തണം. ഇങ്ങനെ കിടത്തണം. എന്നിട്ടോ എന്നിട്ട് അതിനുശേഷം വയറ്റിലുള്ളത് പോയി കഴിഞ്ഞതിന് ശേഷം ഇയാളുടെ ഇടത്തെ ശ്രദ്ധിക്കുക. ഈ മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുടെ ഇടത്തെ ചൂണ്ടുവരലിൽ ശീലകഷ്ണം ചുറ്റുക. ശ്രദ്ധിക്കുക, മയ്യത്ത് കുളിയിൽ ആദ്യാവസാനം വരെ മയ്യത്ത് കുളിയിൽ കുളിപ്പിക്കുന്ന ആളുടെ കയ്യിൽ ശീലകഷ്ണം ഉണ്ടാകൽ വളരെ ആവശ്യമാണ്. ഇഹ്തിറാമൻ, എവിടെയും ഏത് പ്രവർത്തനത്തിനും കൈ സ്വയമായി മയ്യത്തിന്റെ ശരീരത്തിൽ പ്രവേശിപ്പിക്കുന്നത് ഗുണകരമല്ല. ഏത് കാര്യത്തിനും എന്തുണ്ടാവണം? ശീലകഷ്ണം ഉണ്ടാവണം. ഇനി ശ്രദ്ധിക്കുക, ഇടത്തെ കൈയിന്റെ ചൂണ്ടുവരൽ കൊണ്ട് ശ്രദ്ധിക്കുക മയ്യത്തിന്റെ മുൻഭാഗത്തെയും പിൻഭാഗത്തെയും, മനസ്സിലായല്ലോ? അത് രണ്ടിനെയും ശുദ്ധീകരിക്കുക, നല്ലപോലെ ശുദ്ധീകരിക്കുക. സ്ത്രീകളാണെങ്കിൽ വിശേഷിച്ചും ശുദ്ധീകരിക്കേണ്ട ഭാഗങ്ങൾ പൂർണ്ണമായി ശുദ്ധീകരിക്കുക. അഥവാ ഹൈള്, നിഫാസ്, ജനാപത്തുകളിൽ ശുദ്ധിയാക്കേണ്ട സ്ത്രൈനായ അവയവങ്ങൾ പോലെ പൂർണ്ണമായി അത് ശുദ്ധീകരിക്കുക. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. ആ രൂപത്തിൽ ശുദ്ധീകരിക്കുക. പിന്നെ ഇടത്തെ കൈയിന്റെ ചെറുവിരലിൽ ശീലകഷ്ണം ചുറ്റുകയും അതുകൊണ്ട് അയാളുടെ മൂക്കിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുക. മനസ്സിലായില്ലേ മോമിനിങ്ങളെ? ഇത് ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇതിന്റെ 1ാം ഘട്ടമാണ്. ഇപ്പോഴൊന്നും എന്ത് ചെയ്തിട്ടില്ല? കുളിപ്പിച്ചിട്ടില്ല. ഇതൊക്കെ 1ാം ഘട്ടമാണ്. മയ്യത്ത് കുളി ഏകദേശം ചില ആളുകളൊക്കെ ചിലടത്ത് പറയുന്നത് കേൾക്കുന്നുണ്ട്, ഏകദേശം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും? മയ്യത്തിന്റെ വേറെ നന്നാക്കി കൊടുക്കും. മനസ്സിലായില്ല? ഇതൊക്കെ ആദ്യം തന്നെ. ഇപ്പോൾ എന്ത് പോലും ചെയ്തിട്ടില്ല, വുളു പോലും ചെയ്തിട്ടില്ല. ഇനി പിന്നെ വരാൻ പോകുന്നതാണ് വുളു. അതിനുശേഷമാണ് മയ്യത്തിന് വുളു ചെയ്ത് കൊടുക്കൽ. എല്ലാം കഴിഞ്ഞിട്ടാണ് എന്നൊരു അന്ധത സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതും സുന്നത്തിനെതിരായ പ്രവർത്തനമാകുന്നു. ശ്രദ്ധിക്കണം. നേരത്തെ തന്നെ വുളു ചെയ്തു കൊടുത്താൽ പിന്നെ വുളു എങ്ങാനും മുറിഞ്ഞു പോകാനോ എന്ന് പേടിച്ചിട്ടാണ് ചില ആളുകൾ വുളു ചെയ്യാത്തത്. മയ്യത്തിന്റെ വുളു ഇനി വലിയ തോട്ട പൊട്ടിച്ചാലും വുളു ഉറിയുന്ന പ്രശ്നം മയ്യത്തിന് ഇല്ല. അങ്ങനത്തെ ഒരു ഖദറിന് മയ്യത്തിനില്ല. ശ്രദ്ധിക്കണം. ഇനി എന്തായാലും മയ്യത്തിന്റെ വുളു മുറിയുന്ന പ്രശ്നമില്ല. അള്ളാഹിന്റെ കോടതിയിൽ വുളുവോടുകൂടെ എത്തിച്ചേരും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ കോടതിയിൽ വുളുവോടുകൂടെ എത്തിച്ചേരുന്ന ആളുകൾ, ആ വുളുവിന് ദുനിയാവിലെ വുളു അധികരിച്ച ആളുകൾക്ക് അല്ലാഹു തആല മുഖത്തും കൈകാലുകളിലും പ്രകാശം നൽകുമെന്നും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ അവയവങ്ങൾ പൂർണ്ണമായി എന്നിട്ട് അയാളുടെ പൂർണ്ണമായ അയാളുടെ ഭാഗങ്ങളെല്ലാം ഈ ദ്വാരങ്ങളൊക്കെ എന്നിട്ട് അതേപോലെ തന്നെ അയാളുടെ വായയെ ശുദ്ധീകരിക്കുക. അയാളുടെ ചൂണ്ടുവരൽ ഉപയോഗിക്കാൻ ഏറ്റവും അത്ഭുതമായ ഭാഗം അതാണ്. ചൂണ്ടുവരൽ ഉപയോഗിച്ച് പല്ലിനെ ശുദ്ധീകരിക്കുക.
ചെറുവിരൽ ഉപയോഗിച്ച് മൂക്കിനെ ശുദ്ധീകരിക്കുക, ചൂണ്ടുവിരൽ കൊണ്ട് പല്ല് ശുദ്ധീകരിക്കുക. ഈ പല്ല് ശുദ്ധീകരിക്കുന്ന നേരത്ത് അയാളുടെ കൈവിരൽ ഈ പല്ലിലൂടെ ഇങ്ങനെ നടത്തിയാൽ മതി. യാതൊരു കാരണവശാലും വെള്ളം ഉള്ളിലേക്ക് പോകുന്നത് പൂർണ്ണമായി അയാൾ സൂക്ഷിക്കേണ്ടതാണ്. വലാ യഫ്തഹു അസ്നാനഹു, പല്ല് തുറക്കരുത്. ശ്രദ്ധിക്കണോ, മനസ്സിലാണില്ലേ പറഞ്ഞത്? പല്ല് യാതൊരു കാരണവശാലും തുറക്കരുത്. അല്ലാ യദ്ഖുലൽ മാഉ ജൗഫഹു, വെള്ളം ഉള്ളിൽ പോകാതിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. പൂർണ്ണ വായ തുറന്നു പിടിക്കരുത്, പല്ല് തുറന്നു പിടിക്കരുത്. ഇതെല്ലാം ചെയ്തതിനു ശേഷം ഉളു എടുത്തു കൊടുക്കണം. മനസ്സിലായില്ലേ? ഇപ്പൊ എന്തൊക്കെ കഴിഞ്ഞു? മനസ്സിലാവണില്ലേ പറഞ്ഞത്? മയ്യത്തിനെ ഇരുത്തിയിട്ട് ഉള്ളിലുള്ളത് മുഴുവൻ പോക്കി, എന്നിട്ട് പിന്നെ ഇടത്തെ കൈ ഉപയോഗിച്ച് അതിന്റെ താഴെ ഭാഗത്തുള്ള ദ്വാരങ്ങൾ അതൊക്കെ ശുദ്ധീകരിച്ചു. എന്നിട്ട് പിന്നെ ഈ ചൂണ്ടുവിരൽ കൊണ്ട് വായും ചെറുവിരൽ കൊണ്ട് മൂക്കും ശുദ്ധീകരിച്ചു. എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാൻ? മയ്യത്തിന് ഉളു എടുത്തു കൊടുക്കണം. ഒന്നാമതായി മുൻകൈ കഴുകുക. എന്നിട്ട് പിന്നെ മൂക്ക് വായിൽ ഒന്നും കൂടി വെള്ളാക്കുക. അത് പുറത്തെ അകത്തേക്ക് കിടക്കാതെ സൂക്ഷിച്ചുകൊണ്ട് പിന്നെ പൂർണ്ണമായി മുഖം കഴുകുക, പൂർണ്ണമായി കൈ. മനസ്സിലായില്ലേ? എല്ലാം പൂർണ്ണമായി മയ്യത്തിന് ഞാൻ ഉളു ചെയ്തു കൊടുക്കുന്നു എന്ന് നിയത്ത് ചെയ്ത് പൂർണ്ണമായി ഉളു ചെയ്തു കൊടുക്കുക. ഉളു അൻ കാമില. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴും കുളിപ്പിച്ചിട്ടില്ല. പിന്നെ ചെയ്യേണ്ടത് പിന്നെ തല കഴുകണം. കാര്യമായ കുളി ഇനി വരാൻ പോകുന്നത്. ഇനി അടുത്ത പരിപാടി ശ്രദ്ധിക്കണില്ലേ പറഞ്ഞത്? ഇതാണ് എന്റെ രീതിയും വൃത്തിയും. അങ്ങനെ തന്നെ ഞാൻ ആ ഭാഗം വായിക്കാണ്. ഇനി ഇത് വെറുതെ ഒരു വയല് പറഞ്ഞിട്ട് അത് വയല് പറഞ്ഞതാണ്, മറ്റേ വയലിൽ ഇങ്ങോട്ട് മാറണ്ടെന്ന് വിചാരിക്കണം. ഞാൻ ആ ഭാഗം തന്നെ ഇങ്ങനെ തന്നെയാണ് വായിക്കണത്. ആ വിഷയത്തിന്റെ ശറഅ് നേരിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പിന്നെ പിന്നെ തല കഴുകുക. ഇപ്പോഴും ശരീരം മൊത്തം വെള്ളം ആക്കിയിട്ടില്ല, കഴുകിയിട്ടില്ല. എന്നിട്ട് തല കഴുകുക. തല കഴുകുക. എന്നിട്ട് താടി കഴുകുക. അതിലൊക്കെ സോപ്പ്, താളി പോലത്തൊക്കെ ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് മടങ്ങുകയുമില്ല. ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് മടങ്ങില്ല. ഇതിന്റെ പൂർണ്ണമായ ഇത് കഴിയാണ്. ഏത് തലഭാഗം? മനസ്സിലാവണില്ലേ? ആദ്യമായി തല കഴുകുകയാണ്. തല കഴുകുമ്പോൾ അവിടെ താളി, അതേപോലെ തന്നെ സോപ്പ് പോലത്തെ കാര്യങ്ങളൊക്കെ എന്താണ് ഉപയോഗിക്കാവുന്ന പിന്നെ ഈ അഴുക്കുകൾ നീക്കിക്കളയാവുന്ന എന്തൊക്കെ ഉപയോഗിക്കാവുന്ന അതൊക്കെ ഉപയോഗിക്കുക. എന്നിട്ട് തല പൂർണ്ണമായി നല്ല ഉരച്ചിട്ട് വൃത്തിയായി കഴുകുക. പിന്നെ താടി കഴുകുക. പിന്നെ താടിയുടെയും മുടിയൊക്കെ ഒന്ന് ചേർപ്പെടുത്ത് വാർന്നു കൊടുക്കുക. അതൊക്കെ വൃത്തിയാക്കണം. തലപ്പടത്ത് അത് പ്രത്യേകിച്ച് അതിങ്ങനെ ഒരു വികൃതമായ ശൈലിയിലോ ഒരു വൃത്തിയിലോ നിൽക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് പ്രത്യേകമായി ഒന്ന് വാർന്ന് വൃത്തിയാക്കി കൊടുക്കുക. അത് വാരുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല പല്ല അടുപ്പമുള്ള ചെറുപ്പാകരുത്. അത് കുറച്ച് പല്ല അകലുള്ളത്. എന്തുകൊണ്ട്? ഒരിക്കലും മയ്യത്തിന്റെ ശ്രദ്ധിക്കണം കേട്ടോ, ഒരിക്കലും ശ്രദ്ധിക്കണം, മയ്യത്തിന്റെ മുടിയോ മറ്റു താടിരോമങ്ങളോ നീങ്ങിപ്പോകാൻ പാടില്ലാത്തതാണ്. അഥവാ അങ്ങനെ പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് സ്വരൂപിക്കുകയും കഫനിലേക്ക് മടക്കുകയും ചെയ്യേണ്ടതാകുന്നു. മയ്യത്തിന് നഖം മുറിച്ചു കൊടുക്കൽ സുന്നത്തില്ല. ചില ഭാഗങ്ങളിൽ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് ഈ നഖം വെട്ടി കൊണ്ട് കയറുന്ന പരിപാടിയുണ്ട്, സുന്നത്തില്ല. എന്നാൽ നഖത്തിന്റെ ഉള്ളിലുള്ള ഇത്തരം വൃത്തികേടുകൾ പുറത്താക്കി കൊടുക്കേണ്ടതാണ്. ശ്രദ്ധിക്കണം. അതൊന്നും സുന്നത്തില്ല. നഖം മുറിച്ചു കൊടുക്കൽ സുന്നത്തില്ല. മയ്യത്തിന്റെ തടിയിൽ ഇങ്ങനെ കത്തി ഉപയോഗിക്കൽ സുന്നത്ത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇതുവരെ ജീവിതകാലത്ത് ഖിത്താൻ ചെയ്യാൻ സൗകര്യപ്പെടുത്താത്ത ഒരുത്തനുണ്ടെന്ന് വെക്കൂ. മരിച്ചപ്പോൾ പിന്നെ അവന്റെ ശല്യം ഉണ്ടാവില്ല. അത് മനസ്സിലായില്ല. മാർഗ കല്യാണം, സുന്നത്ത് കല്യാണം ജീവിതത്തിൽ കഴിക്കാൻ ഒരുത്തൻ സമ്മതിച്ചിട്ടില്ല. ഇവൻ മരിച്ചപ്പോൾ ഇവന്റെ ഉൾഭാഗമൊക്കെ പൂർണ്ണമായി കുളിപ്പിച്ച് ശരിപ്പെടുത്തേണ്ട ഘട്ടവും വന്നു. അപ്പോൾ പിന്നെ എങ്കിൽ പിന്നെ കത്തിരി എടുത്തിട്ട് ആ സുന്നത്ത് കല്യാണം ആദ്യം നടത്തുന്ന പരിപാടി ഇല്ല. ആ പ്രവർത്തനം ഹറാമാണ്. പിന്നെ അതിന് വേണ്ടിയിട്ട് വെള്ളം കയറിയില്ലെങ്കിൽ അതിന് പകരം തയമ്മം ചെയ്യുകയാണ് വേണ്ടത്. മനസ്സിലായില്ലേ? മയ്യത്തിന്റെ നഖം വെട്ടി കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. മയ്യത്തിന്റെ നഖത്തിന്റെ ഉള്ളിൽ ചളിയുണ്ടെങ്കിൽ അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ മനസ്സിലായില്ലേ, അതൊക്കെ അങ്ങോട്ട് നീക്കി കൊടുക്കുക. എന്നിട്ട് ഇത് വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ഈ താടി രോമങ്ങളോ മുടിയുടെ രോമങ്ങളോ കൊഴിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അഥവാ കൊഴിഞ്ഞു പോകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത് മയ്യത്തിന്റെ കഫനിലേക്ക് മടക്കുകയും ചെയ്യേണ്ടതാകുന്നു. മനസ്സിലായില്ലേ മോമിനിങ്ങളെ? വളരെ ശ്രദ്ധിക്കണം. അതൊക്കെ വൃത്തിയായി വളരെ ഭംഗിയായി ചീവികി വെച്ചു കൊടുക്കുക. എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഫനിലേക്ക് മടക്കുക. അവനോടുകൂടെ അതിനെ മറവ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ് ഇക്റാമൻ ലഹു. എന്നിട്ട് അത് കഴിഞ്ഞു. ഇനിയാണ് ബാക്കിയുള്ള പ്രധാനപ്പെട്ട കുളി. പിന്നെ വലഭാഗത്ത് വെള്ളം ഒഴിക്കുക. പിന്നെ
ഇടഭാഗത്ത് വെള്ളം ഒഴിക്കുക. സുമ്മ യുഹർരിഫുഹു ഇലാ ശിഖ്ഹിൽ ഐസരി, എന്നിട്ട് പിന്നെ അതിനുശേഷം ഇടഭാഗത്തിലേക്ക് ചെരിച്ചു കടത്തുക. ഇരുഭാഗത്തേക്ക് ആദ്യം വലഭാഗം കഴുകുക, പിന്നെ ഇടഭാഗം കഴുകുക. പിന്നെ നോക്കൂ, ഓരോ ഭാഗത്തും ശ്രദ്ധിക്കണം. ഓരോ ഭാഗത്തും മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ഭാഗത്തും 3 തവണ സോപ്പെത്തൽ വളരെ അത്യാവശ്യമാണ്. സോപ്പെത്തുകയും ആ സോപ്പിനെ കളയുന്ന വിധത്തിൽ 1 തവണ വെള്ളം ഒഴിക്കുകയും പിന്നെ അവസാനമായി കർപ്പൂരമുള്ള വെള്ളം അവസാനം ഉപയോഗിക്കുകയും വേണം. അതിന് ഏറ്റവും നല്ലൊരു വിധം ഞാൻ പറഞ്ഞു തരാം, ശ്രദ്ധിക്കുക. മയ്യത്തിന്റെ വലഭാഗം കഴുകുക. എന്ത് ചെയ്യുക? അതിനെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് സോപ്പ് ഉപയോഗിക്കുക. എന്നിട്ട് നോക്കൂ നിങ്ങൾ, എന്നിട്ട് അതിന്റെ മേലെ വെള്ളം ഉപയോഗിക്കുക. ഇപ്പോൾ 1 തവണ, മനസ്സിലായില്ല, 1 തവണ വെള്ളം ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിച്ചു, വീണ്ടും സോപ്പ് ഉപയോഗിക്കുക, വെള്ളം ഉപയോഗിക്കുക, വീണ്ടും സോപ്പ് ഉപയോഗിക്കുക, വെള്ളം ഉപയോഗിക്കുക. അങ്ങനെ വലഭാഗവും ഇടഭാഗവും, പിന്നെ ഇടഭാഗത്തേക്ക് ചെരിച്ച് കിടത്തി കീഴേ വലഭാഗവും, വലഭാഗത്തേക്ക് ചെരിച്ച് കിടത്തി കീഴേ ഇടഭാഗവും ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു സ്ഥലത്ത് എത്ര തവണ വന്നിട്ടുണ്ട്? 3 തവണ സോപ്പും വന്നു, 3 തവണ സോപ്പ് കഴുകാനുള്ള വെള്ളവും വന്നു. ഞാൻ ചുരുക്കിയ വിഷയം അങ്ങോട്ട് പറയാണ്. ഇനി എല്ലാത്തിനും ശേഷം 3 തവണ കർപ്പൂരമിട്ട വെള്ളം, അത് ഏറ്റവും അഫ്ളലായത്. അവസാന ഭാഗത്തേക്ക് ഒന്നായിട്ട് ഏറ്റവും നല്ല വെള്ളം, കർപ്പൂരമിട്ട വെള്ളം അവസാനം എല്ലാ ഭാഗത്തേക്കും 3 തവണ ഒഴിക്കാവുന്ന വിധത്തിൽ പിന്തിപ്പിക്കലാണ് ഏറ്റവും സുഖകരവും ഏറ്റവും വൃത്തിയുള്ളതുമായ രീതി. അതാണ് അഫ്ളൽ. മനസ്സിലായില്ല മുഅ്മിനീങ്ങളെ? എല്ലാ ഭാഗവും സോപ്പ് ഉപയോഗിച്ച് കഴുകുക, എന്നിട്ട് വെള്ളം ഉപയോഗിക്കുക, ഈ ഭാഗത്തും, എന്നിട്ട് ഇടഭാഗത്തേക്ക് ചിരിച്ചു കടത്തി ഈ വലഭാഗവും, അതേപോലെ വലഭാഗത്തേക്ക് ചിരിച്ചു കടത്തി ഇടഭാഗവും കഴുകുക. ഓരോ ഭാഗത്തും 3 തവണ സോപ്പ് എത്തുകയും, അഥവാ സോപ്പ് ഉപയോഗിക്കുക. എന്നിട്ട് ആ സോപ്പ് കൊണ്ട് വരച്ച് വൃത്തിയാക്കിയതിനു ശേഷം രണ്ടാമതായി വെള്ളം ഒഴിക്കുക. വീണ്ടും അവിടെ തന്നെ സോപ്പ് ഉപയോഗിക്കുക, വീണ്ടും ആ സോപ്പിനെ നീക്കി കളയാൻ വെള്ളം ഉപയോഗിക്കുക, വീണ്ടും സോപ്പ് ഉപയോഗിക്കുക. എന്നിട്ട് മനസ്സിലായി? അപ്പൊ ഓരോ സ്ഥലത്തും 3 തവണ സോപ്പ് ഉപയോഗിക്കുകയും സോപ്പിനെ നീക്കിക്കളയുന്ന വെള്ളം ഉപയോഗിക്കുകയും വേണം. അപ്പോൾ ഏകദേശം ഒരു സ്ഥലത്ത് 6 കഴുകലെങ്കിലും വന്നു ചേരും. മനസ്സിലായി? 6 തവണയെങ്കിലും, 6 തവണ ശ്രദ്ധിക്കണം, 6 തവണയെങ്കിലും വന്നു ചേർന്നിട്ടുണ്ടാവും. വെള്ളം ഒഴിച്ചു, എന്നിട്ട് സോപ്പ് ഉപയോഗിച്ചു, എന്നിട്ട് ആ സോപ്പിനെ നീക്കിക്കളയാൻ വേണ്ടി വെള്ളം ഉപയോഗിച്ചു, പിന്നെയും സോപ്പ് ഉപയോഗിച്ചു, വെള്ളം ഉപയോഗിച്ചു, പിന്നെയും സോപ്പ് ഉപയോഗിച്ചു, വെള്ളം ഉപയോഗിച്ചു. ഏകദേശം 6 തവണ ഈ പ്രവർത്തനം വന്നിട്ടുണ്ടാവും. 6 തവണ വരും. എന്തുകൊണ്ടെന്നാൽ 3 തവണ സോപ്പ് ഉപയോഗിക്കുകയും 3 തവണ വെള്ളം ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. 6 തവണ വന്നിട്ടുണ്ട്. ഇനി അവസാനമായ തവണ 3 തവണയായി പൂർണ്ണമായി വെള്ളം, കർപ്പൂരത്തിന്റെ വെള്ളം പൂർണ്ണമായി അവസാനമായി ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ല ശൈലി. കർപ്പൂരത്തിന്റെ വെള്ളം ഇടയിൽ ചെയ്യുകയും ചെയ്യാം. ഏറ്റവും അവസാനമായത് ആവലാണ് ഏറ്റവും നല്ല വിധി, ഏറ്റവും നല്ല അഭിപ്രായം. അവസാനത്തെ വെള്ളം പൂർണ്ണമായി ഈ കർപ്പൂരത്തിന്റെ വെള്ളം ഉപയോഗിച്ച് പൂർണ്ണമായി ശുദ്ധീകരിക്കുക. എല്ലാം കഴുകിയതിനു ശേഷം ഇനി വല്ലതും പുറപ്പെട്ടാൽ, എന്തെങ്കിലും പുറപ്പെട്ടാൽ വജബ ഇസാലത്തു, അതിനെ നീക്കം ചെയ്യൽ മാത്രമേ ആവശ്യമാവുകയുള്ളൂ. ശ്രദ്ധിക്കുക. പറഞ്ഞത് മനസ്സിലായില്ലേ മോമിനിങ്ങളെ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഈ രൂപത്തിൽ വെള്ളവും സോപ്പ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തെ 3 തവണയെങ്കിലും ഇതുപോലെ കഴുകുകയും അതുപോലെ പിന്നെ നീക്കിക്കളയുകയും ചെയ്യുന്ന ശൈലി വരും. അപ്പൊ ഏകദേശം 180 പ്രാവശ്യം കഴുകിൽ പൂർണ്ണമായി വന്നു ചേരും. ഒരു ഭാഗത്തേക്ക് വെള്ളം ഉപയോഗിക്കൽ വരും. അവസാനമായി 3 തവണ എല്ലാം 3 പ്രാവശ്യമാക്കൽ സുന്നത്താണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കഫന്റെ വസ്ത്രത്തെ പുകപ്പിക്കണം. ആ പുകപ്പിക്കൽ പോലും 3 പ്രാവശ്യമായി ഹബീബ റസൂലുള്ളാഹി പറഞ്ഞു ഫജമ്മിറു സലാസ. അത് വെള്ളത്തിന്റെ താടിയും മുടിയും നന്നാക്കുന്നിടത്തും അവസാന ഭാഗത്തെ ഇതുപോലെ കർപ്പൂരത്തിന്റെ വെള്ളം ഉപയോഗിക്കേണ്ടതാണ്. വാർന്നു വെച്ചതിന് ശേഷം ഇനി അതിലേക്ക് മടങ്ങുന്ന ഒരു പ്രശ്നം ഇല്ല. ഇങ്ങനെ തന്നെയാ ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതൊക്കെ വാർന്ന് വൃത്തിയാക്കി വെച്ചു. പക്ഷെ ആ വൃത്തിയാക്കുന്നതിന് മുമ്പ് അവിടെ ശുദ്ധീകരിക്കേണ്ടടുത്ത് കർപ്പൂര വെള്ളം അവിടെയും ഉപയോഗിക്കേണ്ടതാണ്. പിന്നെ അതിനുശേഷം കഴുത്തിൽ അങ്ങോട്ട് താഴേക്ക് വരുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ മോമിനിങ്ങളെ? തലയുടെ ഭാഗ്യം ആദ്യം തീർത്ത് വെച്ചു, ഇനി തലയിലേക്ക് മടങ്ങുന്ന വിഷയമില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അത് ആദ്യമായി വാർന്നൊക്കെ വൃത്തിയാക്കി വെക്കണമെന്ന് ആദ്യമായി പറഞ്ഞത്. എന്നിട്ട് അവിടെയും അവസാനമായി ഉപയോഗിക്കേണ്ടത് കർപ്പൂരത്തിന്റെ വെള്ളമാണ്. പിന്നെ പൂർണ്ണമായി ഇത്തരം കഴുകിയതിനു ശേഷം കർപ്പൂരത്തിന്റെ വെള്ളം കൊണ്ട് അല്ലെങ്കിൽ സുഗന്ധദ്രവ്യം ഉപയോഗിച്ച വെള്ളം കൊണ്ട് അവസാനമായി പൂർണ്ണമായി ഒന്നിച്ച് കഴുകുകയും ചെയ്യാം. ഹബീബ റസൂലുള്ളാഹിന്റെ ഒരു ശൈലി പറഞ്ഞുതരാം.
ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ശൈലി പറയാം. സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയ പ്രഗൽഭമായ ഒരു ഹദീസ്. അൻ ഉമ്മി അത്തിയ്യത്തുൽ അൻസാരിയ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ദഖല അലൈനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന തുവഫിയത് ഇബ്നതുഹു സൈനബു. സൈനബ് വഫാത്തായപ്പോൾ പുണ്യ നബി വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യഗ്സിൽനഹാ സലാസ. ഈ മൂന്നെന്ന് പറയുന്നത് 3 തവണ സോപ്പ് ഉപയോഗിക്കാന്ന് പറയുന്നത് ഒരു അഭിപ്രായമാണ്. അതുകൊണ്ടൊന്നും അഴുക്ക് പോകുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. യഗ്സിൽനഹാ സലാസൻ ഔ ഖംസൻ ഔ അക്തറ. പക്ഷേ ഒറ്റയിട്ട രൂപത്തിൽ അവൻ സുന്നത്താകുന്നു. 3 തവണ കൊണ്ട് പോകുന്നില്ലെങ്കിൽ, 5 കഴിയുന്നില്ലെങ്കിൽ പൂർണ്ണമായി വൃത്തിയാക്കാന്നുള്ളതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുമുണ്ട്. രോഗിയായി കിടക്കുന്ന സമയത്തു തന്നെ ഇത്തരം പ്രവർത്തനം ചെയ്യൽ അത്യാവശ്യമാകുന്നു. രോഗിയായ സമയത്ത് തന്നെ കുളിപ്പിച്ച് നഖമൊക്കെ വെട്ടിക്കൊടുത്ത് വൃത്തിയായി കിടത്തണം. പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വസ്ത്രങ്ങളിൽ കിടത്തുക, നല്ല വൃത്തിയിൽ കിടത്തുക. ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സൈനബ് വഫാത്തായപ്പോൾ, മുസ്തഫ നബിയുടെ മകൾ സൈനബ് വഫാത്തായപ്പോൾ ഹബീബായ നബി കയറി വന്നു. എന്നിട്ട് കൂടുതൽ വേണമെന്ന് തോന്നിയാൽ ഒറ്റയിട്ട് അങ്ങനെ ചെയ്തോളൂ. എല്ലാം നീക്കി കളയാവുന്ന സാധനങ്ങൾ ഉപയോഗിക്കും. അവസാനത്തെ തവണകളിൽ കർപ്പൂരം ഉപയോഗിക്കുക. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, എല്ലാം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വിവരം തരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ഉമ്മു അത്തിയ്യ പറയുന്നു, ഈ രൂപത്തിൽ ഞങ്ങളെ ഉപദേശിച്ച റസൂലുള്ളാഹി പുറത്തേക്ക് പോവുകയും ചെയ്തു. സ്വഹീഹുൽ ബുഖാരി. കുളിയുടെയും കഴുകലിന്റെയും എല്ലാവിധ ആദാബുകളും പഠിച്ച ആളുകൾ മാത്രമേ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പാടുള്ളൂ. ഇത് ശ്രദ്ധിക്കണം. ഇതെല്ലാ നാടുകളിലും ഉണ്ടാകൽ ആവശ്യമാണ്. ഇത് ഒരു ഏകദേശമൊക്കെ ഇന്ന് ഇല്ലാതാകുന്ന സാഹചര്യവും വന്നു. ആണുങ്ങളിൽ ഇതുണ്ടെങ്കിലും പെണ്ണുങ്ങളിലാണ് തീരെ ഇപ്പോൾ ഇതില്ലാതായത്. അതാ പുതിയ ശ്രദ്ധിക്കുക. ഏത് കാര്യം, മയ്യത്തിന്റെ ഏത് പ്രവർത്തനം 3 പ്രാവശ്യം ചെയ്യലാണ് അഫ്ളല്. അവിടെ ശ്രദ്ധിക്കേണ്ടത് മയ്യത്ത്. ആ കാര്യം ഞാൻ പറഞ്ഞു, മയ്യത്തിന്റെ വയറ്റിലുള്ളത് പൂർണ്ണമായി കഴുകാവുന്ന തവണ അത്ര ചെയ്യാൻ വേണ്ടത്. ഏത് കാര്യത്തിനും ഒറ്റ പ്രാവശ്യത്തെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. എന്തുകൊണ്ട്? ഇന്നല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ര. ഏത് കാര്യത്തിനും ഒറ്റ അള്ളാഹുവിന് താല്പര്യമാണെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, അത് ശ്രദ്ധിക്കുക. ഒരിക്കലും ഔറത്തിലേക്ക് നോക്കരുത്. ഹബീബായ നബി പറഞ്ഞു, ലാ തുബ്രിസ് ഫഖദക. ശ്രദ്ധിക്കണം. അബൂ ദാവൂദ് രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, ലാ തുബ്രിസ് ഫഖദക. പുണ്യ നബി പറഞ്ഞു, നീ നിന്റെ ഈ തൊടഭാഗം പ്രത്യക്ഷമാക്കരുത്. അലി ഇബ്നു അബീ ത്വാലിബിനോട് പറഞ്ഞു, അലിയെ, ലാ തുബ്രിസ് ഫഖദക, തൊട നീ പ്രത്യക്ഷമാക്കരുത്. വലാ തൻളുറന്ന ഇലാ ഫഖ്രി ഹയ്യിൻ വലാ മയ്യിത്തിൻ. ജീവിച്ചവനോ മരിച്ചവനോ ആയ ഒരാളുടെ ഔറത്തിലേക്ക്, ഫഖദിലേക്ക് നോക്കുകയും ചെയ്യരുത്. ശ്രദ്ധിക്കുക. മയ്യത്താണെങ്കിലും മയ്യത്തിന്റെ നോക്കാതിരിക്കേണ്ടതാണ്. അത് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് റജഅ ഇലൈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കുക. ഇനി കുളിപ്പിക്കുന്ന കാര്യത്തിൽ ആണുങ്ങളാണ് കുളിപ്പിക്കേണ്ടത്. എന്നാൽ ഭർത്താക്കന്മാർക്ക് ഭാര്യമാരെ കുളിപ്പിക്കാവുന്നതാണ്. ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെയും കുളിപ്പിക്കാം. ആയിഷ ബീവി അങ്ങനെ തന്നെ പുണ്യ നബി വസിയ്യത്ത് ചെയ്തിരുന്നു. ആയിഷ, നീയാണ് ആദ്യം മരിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ തന്നെ കുളിപ്പിക്കുമെന്ന് പുണ്യ നബി പറഞ്ഞിരുന്നു ആയിഷ ബീബിയോട് റളിയല്ലാഹു അൻഹ. അത് ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് റജഅ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ജനാസ. ഒരു ജനാസ കഴിഞ്ഞ് പുണ്യ നബി എന്റെ വീട്ടിലേക്ക് വന്നു. ഒരു ജനാസ മറവ് ചെയ്ത് നബി എന്റെ വീട്ടിലേക്ക് വന്നു. വഅനാ അജിദു സുദാ. ഞാൻ തലവേദനിച്ച് കിടക്കാണ്. എന്നോട് പല തമാശയും പുണ്യ നബി പറഞ്ഞു. എന്നിട്ട് പുണ്യ നബി പറഞ്ഞു, നീയാണ് എന്റെ മുമ്പ് നീയാണ് മരിക്കുന്നതെങ്കിൽ നിന്നെ ഞാൻ തന്നെ കുളിപ്പിക്കുന്നതാണ്. നിന്നെ ഞാൻ തന്നെ കഫൻ ചെയ്യുകയും നിന്റെ ഞാൻ തന്നെ നമസ്കരിക്കുകയും നിന്നെ ഞാൻ തന്നെ മറമാടുകയും ചെയ്യുമെന്ന് ആയിഷ ബീവിയോട് വസിയത്ത് ചെയ്തു. തലവേദന പിടിച്ച് വളരെ കഷ്ടപ്പെട്ട് കിടക്കുന്ന സാഹചര്യം. അപ്പൊ സന്തോഷിക്കാൻ ഒരു വാക്ക് പറഞ്ഞ പുണ്യ നബി, വേദന എന്താ, ഞരവ മരിക്കാണ് എങ്കില് മനസ്സിലായില്ല, മാളിറക്കി ബുദ്ധിമുട്ടൊന്നുമില്ല ആയിഷ, ഇത് തമാശയാണ് എന്നാ കാര്യമാണ്, തമാശയാണ് എന്നാ കാര്യമാണ്. തലവേദന എന്റെ തല പൊളിയായിരുന്നു. എന്റെ തലയുടെ കേടേ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ തലവേദനിച്ച് കിടക്കാൻ നബി ഒരു ജനാസ കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ എന്നോട് പറഞ്ഞു, മാളിറക്കി കുഴപ്പമൊന്നുമില്ലാലോ മിത്യഖബിലി, എന്റെ മുമ്പ് നീ മരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ തന്നെ കുളിപ്പിക്കും. പേടിക്കണ്ട, മരിക്കുകയാണെങ്കിൽ തന്നെ പരിഹാരമുണ്ട്.
കഫൻതുകി നിന്നെ ഞാൻ തന്നെ കഫൻ ചെയ്യും, വസല്ലൈതുകി നിന്നെ ഞാൻ തന്നെ നിന്റെ മേൽ, വസല്ലൈതു അലൈകി നിന്റെ മേൽ ഞാൻ തന്നെ നമസ്കരിക്കുകയും, വദഫൻതുകി നിന്നെ ഞാൻ തന്നെ മറവ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങൾക്കെല്ലാം ഭർത്താക്കന്മാർക്ക് അധികാരമുണ്ട്. ആണുങ്ങൾക്ക് ആണുങ്ങളും പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുമാണ് അഫ്ളൽ. എന്നാൽ ഇവർ കഴിഞ്ഞാൽ പിന്നെ കുളിപ്പിക്കുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനം പെണ്ണാകുമ്പോൾ ഭർത്താവിനാണ്. കാരണം ഭർത്താവിനാകുമ്പോൾ പിതാവിനോ പുത്രനോ നോക്കാനോ കാണാനോ കഴിയാത്ത കാര്യങ്ങൾ വരെ കാണാനുള്ള അർഹത ആർക്കുണ്ടല്ലോ? ഭർത്താവിനുണ്ടല്ലോ. മനസ്സിലായില്ല? ശ്രദ്ധിക്കണം. ഭർത്താവിനുണ്ട്. ആണുങ്ങൾക്ക് ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുമാണ് നല്ലത്. എങ്കിലും ഇങ്ങനെ ചെയ്യാം. ആയിഷ ബീവിയോട് ഹബീബ റസൂലുള്ള വസിയത്ത് ചെയ്തു. ചില പണ്ഡിതന്മാർ പെണ്ണുങ്ങൾ അറഫായ ആളുകളാണ് എങ്കിൽ അത് ചെയ്യാൻ കഴിയുമെങ്കിൽ പെണ്ണിനത് ഒറ്റയ്ക്ക് ചെയ്യാമെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പെണ്ണിനത് ചെയ്യാൻ കഴിയുമെങ്കിൽ പെണ്ണിന് ചെയ്യാമെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആരുണ്ടെങ്കിലും ശ്രദ്ധിക്ക് ആണുങ്ങൾ ഉണ്ടെങ്കിലും ആണുങ്ങൾ ഇല്ലെങ്കിൽ, കഴിയുന്നത്ര കഴിയുന്ന ആണുങ്ങൾ ഇല്ലെങ്കിലാണ് പിന്നെ ഭാര്യ എന്ന്. ഇതാണ് പ്രധാന അഭിപ്രായം. എന്നാൽ അന്യ ആണുങ്ങളെക്കാൾ ഈ വിഷയം സ്വന്തം ഭാര്യ ഏറ്റെടുക്കുന്നതും നല്ലതാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? അന്യ ആണുങ്ങൾക്ക് കാണാനാവാത്ത ഭാഗവും സ്ത്രീകൾക്ക് കാണാൻ കഴിയുമല്ലോ എന്നാണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം. എന്നാൽ ഇത് അഫ്ളലിനെതിരാണ്. ഏറ്റവും അഫ്ളൽ എന്തു തന്നെയാണ്, ആണുങ്ങൾ മരിച്ചാൽ ആണുങ്ങൾ കുളിപ്പിക്കുകയും പെണ്ണുങ്ങൾ മരിച്ചാൽ പെണ്ണുങ്ങൾ കുളിപ്പിക്കുകയും ചെയ്യലാണ് അഫ്ളൽ. എന്നാൽ ഇങ്ങനെയും ചെയ്യാവുന്നതാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ശ്രദ്ധിക്കുന്നത് മയ്യത്തിൽ ശ്രദ്ധിക്കണം. മയ്യത്ത് കുളിപ്പിക്കുന്ന ആളുകൾ എന്തെങ്കിലും മയ്യത്തിന്റെ വികൃതമായ ശൈലി മയ്യത്ത് കുളിപ്പിക്കുന്നിടത്ത് വളരെ ശ്രദ്ധിക്കണം. വിശ്വസ്തരല്ലാത്ത ഒരാളും മയ്യത്തിന്റെ കുളിപ്പിക്കുന്നിടത്ത് കയറാൻ പാടില്ല. വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട്? മയ്യത്തിന്റെ ആകൃതി, അതിന്റെ വികൃതമായ ശൈലി, ഇതൊക്കെ ഏറ്റവും കാണുന്ന കുളിപ്പിക്കുന്ന ശൈലിയാണ്. അത് വളരെ വിശ്വസ്തരായിരിക്കും. അഥവാ മയ്യത്തിൽ നിന്ന് എന്തെങ്കിലും പ്രത്യക്ഷമായാൽ നല്ലത് പറയുക എന്നല്ലാതെ മയ്യത്തിൽ നിന്ന് മോശം പ്രത്യക്ഷമായാൽ പറയാൻ പാടില്ല. എന്നാൽ പറയാം ഇൻകാന മഅറൂഫൻ ബിഫിസ്ഖിൻ ഔ ബിദഅത്തിൻ. മനസ്സിലായില്ല? അവൻ പരസ്യമായി തിന്മ ചെയ്ത് ദീനിനെ വഷളാക്കി നടന്നിരുന്ന ആളായിരുന്നുവെങ്കിൽ അത്തരം ആളുകളെ മയ്യത്ത് കുളിപ്പിച്ചപ്പോൾ എന്തെങ്കിലും മോശമോ വികൃതികളോ മയ്യത്തിൽ പ്രത്യക്ഷമായ ഭയാനകമായ എന്തെങ്കിലും രൂപമോ ശൈലിയോ കണ്ടാൽ ഇത് മറ്റുള്ളവർക്കൊരു പാഠമാവട്ടെ എന്ന് കരുതി പറയാവുന്നതാകുന്നു. മനസ്സിലായില്ല? റമളാൻ മാസത്തിൽ കള്ളുടിക്കുക, അല്ലെങ്കിൽ പരസ്യമായി കള്ളുടിച്ച് നടക്കുക, റമളാൻ നോമ്പൊഴിവാക്കുക, അല്ലെങ്കിൽ ആളുകൾ ജുമാക്കുമ്പോൾ കടയിലിരിക്കുക. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ അള്ളാനെയോ റസൂലിനെയോ ദീനിന്റെ അടയാളങ്ങളെയോ ആലിമീങ്ങളെയോ അഹ്ലു ബൈത്തിനെയോ ചീത്ത പറയുക. അതൊക്കെ വലിയ വിഷയമാണ്. ആലിമീങ്ങൾ ചീത്ത പറയാം, അഹ്ലു ബൈത്തിനെ ചീത്ത പറയാം. ലാ തഗ്തബന്ന അഹദൻ ഫളൻ അനിൽ ഉലമാ വലൗ ബിസഹ്ബിൻ ലിമാ ഫീ ലഹ്മിഹിം യഅഫു ഇന്ന الضياف متى ما كنت تأكله ولو بسهو ولو بجهل جرى في نفسك التلف لا تغتبن أحدا. ഒരാളെ പറ്റിയും ഗീബത്ത് പറയരുത്. ഫളൻ അനിൽ ഉലമാ, പ്രത്യേകിച്ച് ആലിമീങ്ങളെ ഗീബത്ത് പറയാൻ പാടില്ല. വലോ ബിസഹ്വിൻ, അറിയാതെ മറന്നോട്ട് പോലും പറയരുത്. ലിമാ ഫീ ലഹ്മിഹിം യഅഫൂൻ, അവരുടെ ഇറച്ചിയിൽ വിഷമുണ്ട് എന്ന് പറയപ്പെട്ടിരിക്കുന്നു. ആലിമീങ്ങളെ ഗീബത്ത് പറയാം. അതേപോലെ അഹ്ലു ബൈത്ത്, ഹബീബ റസൂലുള്ളാഹിന്റെ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹി മുസ്തഫ നബിന്റെ അഹ്ലു ബൈത്തിനെ ചീത്ത പറയാ. വലൗ കാന റബ്ബി ഹുബ്ബ ആലി മുഹമ്മദി ഫദഅലി കദംബുൻ ലസ്തു അൻഹു വതൂബു. ആര് പറഞ്ഞു? ഇമാമുന ശാഫിഈ. ജനങ്ങളെ, നിങ്ങൾ എന്റെ അടുത്ത് കാണുന്ന കുറ്റം ഞാൻ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചതാണ് എങ്കിൽ ആ കുറ്റത്തിൽ ഞാൻ തൽക്കാലം തൗബ ചെയ്യുകയില്ല, ഞാൻ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുമെന്ന് തന്നെ പറഞ്ഞു. അക്കാലത്തെ രാഷ്ട്രീയക്കാർ അഹ്ലു ബൈത്തിന് എതിരായിരുന്നു, അഹ്ലു ബൈത്തിന്റെ പക്ഷത്തായിരുന്നു ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. അങ്ങനെ അഹ്ലു ബൈത്തിനെ ചീത്ത നടക്കുക, പരസ്യമായി അങ്ങാടി റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ ആക്ഷേപിക്കുക, പണ്ഡിതന്മാരെ ചീത്ത പറയുക, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും മോശത്തരമായ കാര്യങ്ങൾ ചെയ്ത് നടന്ന് പരസ്യമായി ദീനിന്റെ മാറ്റത്തെ ചീന്തിക്കളയുന്ന അത്തരം ആളുകൾ, അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ പറന്ന നിരീശ്വരവാദികളെ പോലെ പെരുമാറിയ ആളുകൾ, ശ്രദ്ധിക്കണില്ലേ? മനസ്സിലാവണില്ലേ? ഇത്തരം ആളുകളിൽ നിന്നൊക്കെ എന്തെങ്കിലും മോശത്തരങ്ങൾ പ്രത്യക്ഷമായാൽ
ജനങ്ങൾക്കൊരു പാഠം എന്ന നിലയിൽ അത് പറയാവുന്നതാകുന്നു, മറ്റുള്ളവർക്ക് ആ വഴിക്ക് നീങ്ങാതിരിക്കാൻ. മനസ്സിലായില്ലേ മോമിനിങ്ങളെ? അല്ലെങ്കിൽ യാതൊരു കാരണവശാലും മയ്യത്തിൽ നിന്ന് എന്തെങ്കിലും മോശമായ ഭയാനതകളോ മറ്റോ കണ്ടാൽ തന്നെ പ്രത്യക്ഷമായി പറയാൻ പാടില്ലാത്തതാണ്. മയ്യത്തിനെ കുളിപ്പിച്ചാലുള്ള കൂലി, മയ്യത്തിനെ കഫൻ ചെയ്താലുള്ള കൂലിയാണ് ഇനി പറയാൻ പോണത്. ശ്രദ്ധിക്ക്. അപ്പൊ നമ്മൾ ആ പണി ഏറ്റെടുക്കണമെങ്കിൽ നമ്മൾ ആ പണി പഠിക്കണം. വിഷയം ഞാൻ പറഞ്ഞുതരാം. അവിടെയൊക്കെ ഇങ്ങനെ റോട്ടിൽ വർത്താനം പറഞ്ഞു നിൽക്കരുത്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളാ കൂട്ടത്തിൽ പോയി, അല്ലെങ്കിൽ നമ്മളപ്പോൾ മോട്ടോർ എടുത്ത് പോയി, അതൊന്നും ചെയ്യരുത്. മയ്യത്തിനെ കുളിപ്പിച്ചാൽ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. പുണ്യ നബി പറഞ്ഞു, മൻ ഗസല മുസ്ലിമൻ, ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരാൾ കുളിപ്പിക്കേണ്ട നേരം ഇങ്ങനെ കുളിപ്പിച്ചാൽ, അഥവാ മയ്യത്ത് കുളിപ്പിച്ചാൽ, ഫഖതമ അലൈഹി അല്ലാഹു ഫഖതമ അലൈഹി വഫറല്ലാഹു ലഹു 40 മറ. അയാളിൽ എന്തെങ്കിലും മോശം കണ്ടാൽ തന്നെ ഫഖതമ, അയാളത് മറച്ചു എങ്കിൽ വഫറല്ലാഹു ലഹു 40 മറ, 40 തവണ അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആർക്ക്? ഈ കുളിപ്പിച്ച ആൾക്ക്. എന്തെങ്കിലും ഒരു മോശം കണ്ടാൽ തന്നെ അത് പരസ്യമായി പറയാൻ പാടില്ല. പറയാം, ജായിസാണ് ഇത്തരം നേട്ടത്തിന് വേണ്ടി. മനസ്സിലായില്ലേ? വല്ല മുബത്തദീങ്ങൾ, ദീനിന്റെ യഥാർത്ഥമായ ഹക്കായ സുന്നത്യമായത്തിന്റെ തൊലിയിക്കുന്ന പുറത്തുപോയ ആളുകൾ, ഇവർക്കൊക്കെ അള്ളാന്റെ ദീനിന്റെ ആലിമീങ്ങളെയോ ശൈലികളെയോ ഒക്കെ കുറ്റം പറഞ്ഞ് അങ്ങാടി നടക്കുന്ന ആളുകൾ, ദീനിന്റെ ശിആറിനെ നിസാരപ്പെടുത്തുന്ന ആളുകൾ, അവരിലൊക്കെ എന്തെങ്കിലും കണ്ടാൽ അതും ജനങ്ങൾക്ക് പാഠമാകുന്ന വേദികളിൽ പാഠമാകാൻ വേണ്ടി മാത്രം പറയാവുന്നതാവുന്നു. അങ്ങനെ പറയേണ്ടത്. ഒരാൾ മറച്ചു വെച്ചാൽ കുളിപ്പിക്കുകയും എന്തെങ്കിലും കണ്ടാൽ മറച്ചു വെക്കുകയും ചെയ്ത 40 മറ, 40 തവണ അല്ലാഹു തആല അയാൾക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ഒരാൾ മയ്യത്തിന് വേണ്ടി കുഴി കുളിച്ചാൽ, എന്നിട്ട് അതിനെ മറമാടുകയും ചെയ്താൽ, അന്ത്യനാൾ വരെ ഒരാൾക്കൊരു വീട് വെച്ച് കൊടുത്ത കൂലി ലഭിക്കുന്നതാവുന്നു. ശരിയാണല്ലോ, അന്ത്യനാൾ വരെ അയാൾക്കുള്ള വീടാണ്. നമ്മൾ ചിന്തിക്കുക, വളരെ ആലോചിക്കുക. ഇതൊക്കെ കഴിയുന്നവർക്ക് ആലോചിക്കുക. എന്തുകൊണ്ട്? ഉദാഹരണം പറയാ ആരുമില്ലാത്ത ആളുകളുടെ ഖബറിന്റെ പണം കൊടുക്കുക. ആ മെഡിക്കൽ കോളേജിലൊക്കെ അന്ന് ശ്രദ്ധിച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല കാര്യം തന്നെയാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഖൈർ നമ്മൾ അറിയാത്ത സുന്നത്തായ ഒരു അമൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സിൽ നിന്ന് ഒരു പക്ഷെ വിട്ടുപോകുമെങ്കിലോ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ നല്ല പ്രധാനപ്പെട്ട കാര്യമാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മരിച്ച മയ്യത്തിന് ആടോടില്ലാത്ത ആളുകൾക്ക് ആ നേരത്തെ അതിന്റെ കുടുംബമാണ് ചെയ്യേണ്ടത്. അയാൾക്ക് സമ്പത്തുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ കുടുംബം. പക്ഷെ അവർക്കൊന്നും കഴിയാത്തൊരു നേരത്തെ വേണ്ടപ്പെട്ട ധനം ഞാൻ തരാ എന്ന് ഒരു പാവപ്പെട്ട ഒരാളോട് പറഞ്ഞാൽ അയാൾക്കത് നിധി കിട്ടിയതുപോലെ ആയിരിക്കും. ഇയാൾക്കാകട്ടെ അന്ത്യനാൾ വരെ ഈ മനുഷ്യൻ ഒരു പൊരയെടുത്ത് കൊടുത്ത കൂലി കിട്ടും. കാരണം ഖിയാമത്ത് നാൾ വരെ അയാളുടെ പൊര. മനസ്സിലായില്ല മോമിനിങ്ങളെ? ശ്രദ്ധിക്കുക. അതേപോലത്തെ ഒരു അമലി ഞാൻ പറഞ്ഞുതരാം. ഒരു സുന്നത്തായ അമലി, ഞാൻ മയ്യത്ത് നമസ്കാരം പറയുമ്പോൾ ഒരു പക്ഷെ മനസ്സിൽ നിന്ന് വിട്ടുപോയാലോ, എല്ലാ ദിവസവും ഗായിബായ മയ്യത്ത് നിസ്കരിക്കൽ സുന്നത്താണ്. തുഹഫ പറയുന്നുണ്ട്, ഇന്ന് ഈ ദുനിയാവിൽ മരിച്ചുപോയ നമസ്കാരം അവകാശപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും ഞാൻ നിസ്കരിക്കണു എന്ന് പറഞ്ഞിട്ട് മയ്യത്ത് നിസ്കരിക്കുക. എത്രയാ കൂലി? വളരെ സുന്നത്തായ അമല. തിരിഞ്ഞില്ല നിങ്ങൾക്ക്? ശ്രദ്ധിച്ചോ? മനസ്സിലായോ പറഞ്ഞത്? ഇത് വളരെ സുന്നത്തായ അമലാണ് എന്ന് തുഹഫയിൽ ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. എവിടുന്നെങ്കിലും വായിക്കല്ല. എല്ലാ ദിവസവും മയ്യത്ത് നിസ്കരിക്കുക. എങ്ങനെ മയ്യത്ത് നിസ്കരിക്കുക? നാട്ടിലെ മയ്യത്ത് ഇവിടെ നിസ്കരിക്കല്ല, അത് നാട്ടിൽ തന്നെ അതിന്റെ അടുത്ത് പോയി നിസ്കരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഒരു മയ്യത്ത് നിസ്കാരം. ഇന്ന് ഈ ദുനിയാവിൽ മരിച്ചിട്ടുള്ള നമസ്കാരത്തെ അവകാശപ്പെടുത്തുന്ന എല്ലാ മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതി ഒരാൾ മയ്യത്ത് നമസ്കരിച്ചാൽ, ഒരാൾ ഇഖ്ലാസോടുകൂടി ആർക്കെങ്കിലും മയ്യത്ത് നിസ്കരിച്ചാൽ, ശ്രദ്ധിക്കും കേട്ടോ, ശ്രദ്ധിക്കണ്ടാണ്. ഒരാൾ ഇഖ്ലാസോടുകൂടി ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചാൽ അയാൾ മുഅ്മിനും ആണ് എങ്കിൽ, ആരുടെ മേൽ മയ്യത്ത് നിസ്കരിച്ചോ അയാൾ മുഅ്മിനാണ് എങ്കിൽ അന്ത്യനാളിൽ അയാൾ ഇയാൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. മനസ്സിലാവുന്നില്ല? വളരെ ചിന്തിക്കണം. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നമ്മൾ ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു, അയാൾ സ്വാലിഹുമാണ്, മുഅ്മിനുമാണ്.
മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ശഫാഅത്തിന്റെ അധികാരം കൊടുക്കും. ആഖിരിജൂ മൻ അറഫ്തും, നിങ്ങൾക്ക് അറിയുന്നത്ര ആളുകളാണ് നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്താക്കിക്കോളൂ എന്ന് മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയും. അല്ലാഹു നമുക്കൊക്കെ അല്ലാഹു ആ പദവി അല്ലാഹു നമുക്ക് തരട്ടെ. ആ പദവി, നരകത്തിൽ കിടക്കുന്ന ആളുകളെ സ്വർഗത്തിൽ കൊണ്ടുവരാനുള്ള പദവി അല്ലാഹു നമുക്ക് തരട്ടെ. നരകത്തിൽ കിടക്കുന്നവരെ സ്വർഗത്തിലെത്തിക്കാനുള്ള ആ പദവി അല്ലാഹു നമുക്ക് നൽകട്ടെ. മനസ്സിലായില്ലേ? എല്ലാ ദിവസവും ദുനിയാവിൽ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി ഒരു മയ്യത്ത് നമസ്കരിക്കുക. ഒരു മയ്യത്ത് നമസ്കരിക്കാൻ മുഅ്മിനീങ്ങളെ ഒരു 5 മിനിറ്റ്, ഒരു 3 മിനിറ്റ്. ഇത് വളരെ സ്വഹീഹായ സുന്നത്താണെന്ന് ആരെങ്കിലും പറയല്ല, എവിടെയെങ്കിലും പറഞ്ഞു കേട്ടതല്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അൽ ഹൈതമി തുഹഫയിൽ വിശദീകരിക്കുന്നു റളിയല്ലാഹു അൻഹു. തുഹഫ വിശദീകരിച്ചുകൊണ്ട് ലോക പ്രശസ്തമായ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ ഒന്നായ തുഹഫയിൽ വിശദീകരിച്ച് പറയുന്നു, എല്ലാ ദിവസവും ഇന്ന് ഈ ദുനിയാവിൽ മരിച്ചു പോയിട്ടുള്ളതും നമസ്കാരം അവകാശപ്പെടുത്തുന്നതുമായ എല്ലാ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്ക് വേണ്ടിയും ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്ത് ഗായിബായി നമസ്കരിക്കൽ പ്രധാനപ്പെട്ട അമലാണ്. മനസ്സിലായില്ലേ? മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ആയതുകൊണ്ടാണ് ഞാനത് ഗൗരവമായി നിങ്ങളോട് പറഞ്ഞത്. ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഇത്തരം കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടാവരുത്. ഒരു കുഴപ്പമുണ്ടാക്കുന്നതിൽ അവർക്ക് സത്യത്തിൽ അമലിന് ഒരു താല്പര്യമില്ലാത്തവരെ കുഴപ്പമുണ്ടാക്കും. അല്ലാഹു നമ്മളെ മുത്തഖീങ്ങളും സാലിഹീങ്ങളും ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ, മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ശ്രദ്ധിക്കുക. അപ്പൊ നോക്കുക, ഒരാൾ മയ്യത്തിനെ കുളിപ്പിക്കുക, കഫൻ ചെയ്യാൻ മറമാണ്. അല്ലാഹു അയാൾക്ക് വലിയ ഉന്നതമായ കേട്ടോളൂ വമൻ കഫനഹു, ഒരാളെ കഫൻ ചെയ്താൽ കസാഹുല്ലാഹു യൗമൽ ഖിയാമ മിൻ സുന്ദുസിൻ വ ഇസ്തബറഖ്. അല്ലാഹു തആല ഒരാൾ ഇഖ്ലാസോട് കൂടി നാട്ടരെ കാണിക്കാൻ വേണ്ടിയല്ല, ഒരാളൊരു മുഅ്മിനായ മനുഷ്യനെ കഫൻ ചെയ്തു കൊടുത്തു. ഒരു മുഅ്മിനായ മനുഷ്യനെ കഫൻ ചെയ്തു കൊടുത്തു. കഫന് പണം കൊടുക്കേണ്ട അർഹത അവകാശമൊക്കെ നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ വലിയൊരു തൗഫീഖ. അല്ലാഹു നമുക്ക് തരട്ടെ. അല്ലാഹു അതൊക്കെ തരട്ടെ. അതിനൊക്കെ കാത്തിരിക്കണം. ഇതൊക്കെ അമലിന്റെ, അല്ലാഹുവിനെ പൂടിയുള്ള ആളുകൾ ഇതൊക്കെ ചെയ്യും. എവിടെയാണോ അമലിന് സൗകര്യമുള്ളത് ആ ഭാഗം അവർ വാരിയെടുക്കും. അല്ലാഹു ആ മുത്തഖീങ്ങൾ നമ്മളെ പെടുത്തട്ടെ. കേട്ടോളൂ മൻ കഫനഹു, ഒരാളെ കഫൻ ചെയ്ത് പറഞ്ഞേച്ചാൽ കസാഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അയാൾക്ക് അല്ലാഹു വസ്ത്രം നൽകുന്നതാണ്. മിൻ സുന്ദുസിൻ വ ഇസ്തബ്റഖിൻ, നേരിയതും കട്ടിയുമുള്ളതായ പലതരം പട്ടുകളിൽ നിന്നും. മനോഹരമായ സുന്ദസ് മനോഹരമായ പട്ടാണ്. അതുപോലെ മറ്റൊരു മനോഹരമായ പട്ടുവസ്ത്രമാണ് ഇസ്തബ്റഖ്, സ്വർഗത്തിന്റെ ഇസ്തബ്റഖ്. സുന്ദസൊക്കെ സ്വർഗത്തിന്റെ പട്ടുകളാണ്. അല്ലാഹു അതൊക്കെ നമുക്ക് നൽകട്ടെ. അല്ലാഹു നമുക്ക് നൽകട്ടെ. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാകുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വസൽതു റസൂലല്ലാഹി, ഞാൻ പുണ്യ നബിയെ കുളിപ്പിച്ചു. ഫജഅൽതു അൻളറ ഇലൈഹി, ഞാൻ നബിയിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ മല്ലം അറമിന ശൈആ, ഹബീബായ നബിയിൽ ഒരു ദോഷവും ഞാൻ കണ്ടിട്ടില്ല. മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വയ്യിബൻ ഹയ്യൻ വമൈതാ, സുഗന്ധമല്ലാതെ മറ്റൊന്നും പുണ്യ നബിയിൽ ഉണ്ടായിട്ടേ ഇല്ല. സുഗന്ധാണ്. ഹബീബായ റസൂലുള്ള സുഗന്ധമായിരുന്നു. ജീവിച്ചപ്പോഴും മരിച്ചപ്പോഴൊക്കെ സുഗന്ധമായിരുന്നു മുഹമ്മദ് മുസ്തഫ. മയ്യത്തിനെ കുളിപ്പിച്ചവർക്ക് കുളി സുന്നത്താണ്, വാജിബില്ല. എങ്കിലും സുന്നത്തുണ്ട്. കുളിപ്പിച്ചവർ നോക്കൂ, കുളി സുന്നത്തായ അമലുകളിൽ ഒന്നാണ് എന്ത്? മയ്യത്തിനെ കുളിപ്പിച്ചവർക്ക് കുളി സുന്നത്താണ്. മയ്യത്തിനെ ചുമന്നവർക്ക് ഉളൂഹ് സുന്നത്താണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? മയ്യത്തിനെ കുളിപ്പിച്ചവർക്ക് കുളി സുന്നത്താണ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യഗ്തസിലു മിൻ അർബഇൻ, 4 കാര്യത്തിന് വേണ്ടി കുളിക്കാറുണ്ടായിരുന്നു. മിനൽ ജനാബ, ജനാബത്തിന് കുളിക്കും. യൗമൽ ജുമുഅ, വെള്ളിയാഴ്ചക്ക് വേണ്ടി കുളിക്കുക. മിനൽ ഹജ്ജാമ, പ്രാകൃതമായ ഒരു ഓപ്പറേഷൻ രീതിയാണ് ഹജ്ജാമത്ത്. അതായത് കൊമ്പ് വെക്കാന്ന് പറയും. ഈ മോശപ്പെട്ട രക്തമൊക്കെ തലയുടെ ബാക്ക് ഭാഗത്ത് തലവേദന ഇല്ലാതെ ആക്കാൻ വേണ്ടി പ്രാകൃത മരുന്നിന്റെ രൂപമാണത്. അത് ചെയ്തു വന്നാൽ ഹബീബാ റസൂലുള്ള കുളിക്കാറുണ്ടായിരുന്നു. വസ്ലിൽ മയ്യത്തി, മയ്യത്തിനെ കുളിപ്പിച്ചാലും മുസ്തഫ നബി കുളിക്കാറുണ്ടായിരുന്നു. അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നബി ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി, അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഗസലൽ മയ്യിത ഫൽയഗ്തസിൽ, ആരെങ്കിലും മയ്യത്തിനെ കുളിപ്പിച്ചാൽ കുളിക്കേണ്ടതാകുന്നു. വമൻ ഹമലഹു, മയ്യത്തിനെ ആരെങ്കിലും വഹിച്ചാൽ ഫൽയതവല്ല, വുളൂ ചെയ്യുകയും വേണ്ടതാണ്. പുണ്യ നബി പറഞ്ഞു. അബൂ ദാവൂദ് ഹദീസ് രേഖപ്പെടുത്തിയിരുന്നു. മയ്യത്തിനെ ചുമന്നവരേതായാലും വുളൂ ചെയ്യും ഇന്നത്തെ സാഹചര്യത്തിൽ. കാരണം നേരെ പോകുന്നത് പള്ളിയിലേക്കാണല്ലോ. മയ്യത്തിനെ ചുമക്കുന്ന ഏത് സാഹചര്യത്തിലും ഈ സുന്നത്ത് ഉണ്ടാവുകയും ചെയ്യും. അതേതുപോലെ
അതേപോലെ മയ്യത്തിനെ ചുമന്ന ആർക്ക് സുന്നത്തുണ്ടാവും. അതേപോലെ ഉദാഹരണം, നേരത്തെ മയ്യത്ത് കിടന്ന കട്ടിലിൽ നിന്ന് മയ്യത്തിനെ പിന്നെ കുളിയുടെ മനസ്സിലായില്ല കുളിക്കുന്ന അവിടെയൊക്കെ എടുത്തു വെക്കാൻ ഒരാൾ സഹായിച്ചു, അവനും ആര് തന്നെയാണ്? മയ്യത്തിനെ ചുമന്നവനാണ്. മനസ്സിലായി നിങ്ങൾക്ക്? മനസ്സിലായി? വളരെ ശ്രദ്ധിക്കണം. നമ്മളിപ്പോ മയ്യത്തിനെ കൊണ്ടുപോയിട്ട് പിന്നെ പള്ളിയിൽ നമസ്കരിക്കുമ്പോഴുള്ള നമസ്കാരത്തിന് ഉളു അല്ല ഈ പറയുന്നത്. ഒരു പ്രധാനപ്പെട്ട സുന്നത്തായ ഉളു ഉണ്ട്, ആ ഉളു ചെയ്താലും മതിയാകും. അവിടെ ഇത്തരം കാര്യങ്ങൾ മയ്യത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു മാറ്റുന്ന നേരത്ത് വഹിച്ചാലും മയ്യത്തിനെ വഹിക്കുന്ന ആളുകൾക്ക് ഉളു സുന്നത്തുണ്ട്. പുണ്യനബി പഠിപ്പിച്ചു, അബൂ ദാവൂദ് ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മയ്യത്തിനെ കുളി കഴിഞ്ഞാൽ മയ്യത്തിനെ വളരെ നല്ല നിലക്ക് തോർത്തി ഭംഗിയാക്കി മയ്യത്തിൽ ഒരു വെള്ളത്തിന്റെ അസർ പോലും ശേഷിക്കാതിരിക്കൽ ഏറ്റവും ശക്തിയായ സുന്നത്താകുന്നു. എന്തുകൊണ്ട്? കഫൻ പിന്നെ നാശമാവും. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഭംഗിയായിട്ട് നല്ല ഒരു ഉണങ്ങിയ ശീലകഷ്ണം കൊണ്ട് വളരെ ഭംഗിയായി അത് വെള്ളം തീരെ ശരീരത്തിൽ സൂക്ഷിക്കാത്ത രൂപത്തിൽ അതിനെ ഭംഗിയാക്കി എടുക്കൽ വളരെ അത്യാവശ്യപ്പെട്ട പ്രവർത്തനമാണ്. നമുക്ക് കഫനെ പറ്റി പഠിക്കാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അള്ളാഹു നമ്മളെ മുത്തഖീങ്ങളിൽ പെടുത്തട്ടെ. കഫൻ നമുക്കൊന്ന് പരിചയപ്പെടാം. ജാബിർ ഇബ്നു അബ്ദില്ലാ മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസാണ്. ഖാല റസൂലുള്ളാഹി ഇദാ കഫന അഹദുക്കും അഖാഹു, നിങ്ങൾ ആരെങ്കിലും തന്റെ സഹോദരനെ കഫൻ ചെയ്യുകയാണെങ്കിൽ ഫൽയുഹ്സിൻ കഫനഹു ഇൻ ഇസ്തതാ, കഴിയുമെങ്കിൽ കഫൻ നന്നാക്കേണ്ടതാവുന്നു. കാരണം അയാളെ അള്ളാന്റെ അടുക്കിലേക്ക് പറഞ്ഞേക്കാണ്, കഫൻ നന്നാക്കണം. ശ്രദ്ധിക്കണം, കഫൻ നന്നാക്കാന്ന് പറഞ്ഞാൽ അമിതമായ വിലയുള്ള കഫനാക്കണം എന്നല്ല അർത്ഥം. അതായത് കഫൻ അത്യാവശ്യം നല്ലതായിരിക്കണം. വളരെ വിലപിടിപ്പുള്ളതാകാൻ പാടില്ല, കറാഹത്താണ്. വിലപിടിപ്പുള്ളത് കൊണ്ട് നല്ലത് മരിച്ചവരല്ല, ജീവിച്ചിരിക്കുന്നവരാണ്. മനസ്സിലാക്കണം, കഫൻ നന്നായിരിക്കണം. കഫൻ അത് കിട്ടിയതിൽ വാരിക്കെട്ടരുത് എന്നർത്ഥം. നല്ലതായിരിക്കണം എന്നാണ്. വലിയ വില കൂടണം എന്നതിനർത്ഥമില്ല. അലി റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്തിരുന്നു, എനിക്ക് കഫൻ വില കൂടിയത് എടുക്കരുത് എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് വസിയത്ത് ചെയ്തിരുന്നു. അബൂ ദാവൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ലാ തഖാലു ഫിൽ കഫനി, കഫൻ വില കൂടിയത് വാങ്ങരുത്. എത്രയും പെട്ടെന്ന് നശിച്ചു പോകാനുള്ളതല്ലേ, അതുകൊണ്ട് അമിതമായി വില കൂടിയതെടുക്കാൻ പാടില്ല. അതായത് വൃത്തിയുള്ളതും നല്ലതുമായതായിരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഏറ്റവും അഫ്ളൽ കഫൻ പഴയതാവലാണ്. ഏറ്റവും അഫ്ളൽ പഴയതാവലാണ്. ഏറ്റവും അഫ്ളൽ അത് കഴുകിയതാവലാണ്. ശ്രദ്ധിക്കുക, കഫൻ മനസ്സിലായില്ല, നല്ലതായിരിക്കേണ്ടതാണ് ഒന്ന്. രണ്ടാമത്തത് അത് പഴയതായിരിക്കുകയും അത് കഴുകിയതായിരിക്കലും സുന്നത്താണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഇന്ന അബൂബക്കറിൻ ആയിഷത ഖാലത് ഇന്ന അബൂബക്കറിൻ ഇലാ തൗബിൻ അലൈഹി കാന യംരിദു അലൈഹി, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രോഗാവസ്ഥയിൽ ഒരു വസ്ത്രത്തിൽ കിടന്നിരുന്നു. ഫഖാല, മരണമടുത്തപ്പോൾ അവർ പറഞ്ഞു, ഇഗ്സിലു തൗബി ഹാദാ, ഈ വസ്ത്രം ഒന്ന് കഴുകി നന്നാക്കി. വസീദു അലൈഹി തൗബൈനി, ഇത് കൂടെ 2 വസ്ത്രം കൂടി കൂട്ടിക്കോളൂ. വകഫിനൂനി ഫീഹാ, അതിൽ എന്നെ കഫൻ ചെയ്യുകയും വേണം. എന്തുകൊണ്ട്? ഖാല, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഇന്നൽ ഹയ്യ അഹഖു ബിൽ ജദീദി മിനൽ മയ്യിതി, പുതിയതെടുത്തലിനേക്കാൾ നല്ലത്, ആ പുതിയത് നല്ലത് ജീവിച്ചിരിക്കുന്നവർക്കും പഴയത് നല്ലത് മരിച്ചവർക്കുമാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇന്നൽ ജദീദ ഇന്നൽ ഹയ്യ, ജീവിക്കുന്നവനാണ് അഹഖു ഏറ്റവും അവകാശപ്പെട്ടത്, ബിൽ ജദീദി പുതിയത് കൊണ്ട്, മിനൽ മയ്യിതി മയ്യിത്തിനേക്കാൾ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ശ്രദ്ധിക്ക്. അതായത് മയ്യിത്ത് കഫൻ മെച്ചപ്പെട്ടതായിരിക്കണം ഒന്ന്. രണ്ടാമത്തേത് കഫൻ പഴയതായിരിക്കണം. അത് സുന്നത്താണ്, പഴയതാക്കണം എന്നല്ല. ഇന്നിപ്പോ നമ്മൾ മരിച്ചു എന്ന് പറയുമ്പോഴത്തേന് ആ വാങ്ങിക്കൊണ്ടുവരാ, പഴയതല്ലല്ലോ. പഴയതായിരിക്കൽ നല്ലതാണ്, അത് കഴുകിയതായിരിക്കലും നല്ലതാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരാം. അതെല്ലാം കൂടെ വരാവുന്ന ഒരു ഭാഗമുണ്ട്. ആ ഭാഗം ഞാനൊന്ന് അങ്ങോട്ട് പറഞ്ഞു തരാം. അല്ലാഹു നാഫിയായ ഇൽമിനെ തരട്ടെ. ഒരാൾക്ക് കഫൻ നേരത്തെ ഒരുക്കി വെക്കാവുന്നതാണ്, സുന്നത്തൊന്നുമില്ല. എന്നാൽ നേരത്തെ തന്നെ, മനസ്സിലായില്ല, പഴയതാവണമെങ്കിൽ ഒരു നിലക്ക് ഒരുക്കി വെച്ചാലല്ലേ പഴയതാകൂ. നേരത്തെ തന്നെ ഒരുക്കി വെക്കൽ ഒരു സുന്നത്തൊന്നുമില്ല. എങ്കിലും അത് ഒരു ജായിസായ പ്രവർത്തനമാണ്. ചിലപ്പോൾ സാലിഹീങ്ങളിൽ നിന്ന് ലഭിച്ചതോ
അല്ലെങ്കിൽ സാലിയായ പ്രവർത്തനം ചെയ്തതുമായ കഫനാകുമ്പോൾ വളരെ നല്ലതുമാണ്. ഉദാഹരണം ഏതുപോലെ, ഒരാൾ ഉംറക്ക് ഉപയോഗിച്ചിരുന്ന തുണി, അല്ലെങ്കിൽ ഹജ്ജിന് ഉപയോഗിച്ചിരുന്ന തുണി, അയാൾ അത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകിയിട്ട് വൃത്തിയാക്കി സൂക്ഷിച്ചു. ആളുകളോട് വസിയത്തും ചെയ്തു, എന്നെ നിങ്ങൾ കഫൻ ചെയ്യേണ്ടത് ഈ വസ്ത്രത്തിലാണ് എന്ന് വസിയത്ത് ചെയ്യാവുന്നതാണ്. കാരണം അത് അള്ളാഹുവിന്റെ അറഫയിൽ കൊണ്ടുപോയ വസ്ത്രമാകുന്നു, മിനയിൽ കൊണ്ടുപോയതാണ്. മാത്രമല്ല കഅബാലയത്തിന്റെ പരിസരത്ത് പോയതാ, തവാഫിന് ഉപയോഗിച്ചതാണ്. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരാൾ നേരത്തെ സംസം വെള്ളത്തിലൊക്കെ മുക്കി നേരത്തെ പാത്തു വെച്ചിരുന്നു, നല്ല പ്രവർത്തനമാണ്. അതൊക്കെ ഇക്റാമാ തബറുക്കാണ്, നല്ല പ്രവർത്തനം, ഒരു തെറ്റില്ല, നല്ല പ്രവർത്തനമാകുന്നു, നല്ല പ്രവർത്തനമാണ്. ഒരാളുടെ അവസാനം കൊടുക്കുന്ന വെള്ളം സംസം വെള്ളം അവൽ അഫ്ളലാണ്, നല്ല പ്രവർത്തനമാണ്. എന്നാൽ സംസം വെള്ളത്തിൽ മയ്യിത്തിനെ കുളിപ്പിക്കുന്നതിൽ ഒരു ഫദ്ലുമില്ല. മാത്രമല്ല അത് കറാഹത്താണെന്നും ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. ശ്രദ്ധിക്കുക. ഇതേപോലെ തന്നെ നേരെ വെച്ച് കഫൻ അങ്ങനെയല്ല. കഫൻ എന്നത് വന്ദിക്കപ്പെടുന്ന സംഗതിയാണ്. അത് നേരത്തെ കഫനെ സംസമിൽ മുക്കി പാതിച്ചു, നല്ല പ്രവർത്തനം തന്നെയാണ്. ഒരാൾ സ്വാലിഹ, ശ്രദ്ധിക്കണില്ലേ, ഒരു സ്വാലിയായ മനുഷ്യനിൽ നിന്ന് ഒരാൾക്ക് ഒരു വസ്ത്രം കിട്ടി, ആ വസ്ത്രം അയാൾ കഫനായി സൂക്ഷിച്ചു. ഒരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഞങ്ങളെല്ലാവരും നബിയുടെ പരിസരത്തിരിക്കുമ്പോൾ ഒരു പെണ്ണ് നബിയുടെ അരികിലേക്ക് വന്നു. ബിബർദത്തിൻ, ഒരു പുതപ്പും കൊണ്ടുവന്നു, ഒരു വസ്ത്രവും കൊണ്ടുവന്നു, തണുപ്പിന് ഉപയോഗിക്കുന്ന ഒരു വസ്ത്രവും കൊണ്ടുവന്നു. മൻസൂജത്തിൻ, നെയ്ത്ത് വസ്ത്രം, നെയ്തെടുത്ത വസ്ത്രം. അതിനെങ്ങനെ നല്ല കരയൊക്കെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, നല്ല മനോഹരമായ ഒരു വസ്ത്രം കൊണ്ടൊരു പെണ്ണ് നബിയുടെ അരികിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രദ്ധിക്കുക. എന്തിനാ ഞാൻ ഈ തെളിവ് പറയുന്നത്? കഫൻ നേരത്തെ തന്നെ വാങ്ങി വെക്കാൻ, ഒരുക്കി വെക്കാനുള്ള അർഹതയുണ്ട്. ബഹുമാനപ്പെട്ട എം കെ എം കോയ മുസ്ലിയാർ മരണപ്പെട്ടു, അറിയില്ലേ? ഇല്ലല്ലേ? കോയ മുസ്ലിയാർ മരണപ്പെട്ടപ്പോൾ കുടുംബത്തിന് നേരത്തെ വസിയത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന സ്ഥലത്ത് ഞാൻ കഫൻ ഒരുക്കി വെച്ചിട്ടുണ്ട്, ആ കഫൻ തന്നെ മറവ് ചെയ്യണമെന്ന് കുടുംബത്തോട് നേരത്തെ പറഞ്ഞിരുന്നു. അന്ന് മരിക്കുമെന്നുള്ള ഒരു തീരുമാനമില്ല, അത്ര വലിയ രോഗിയുമല്ല. തൊട്ടടുത്ത ദർസ് മുമ്പ് നടത്തിയിരുന്ന ഒരു സ്ഥലത്തേക്ക് തൽക്കാലം ഒന്ന് പോയതാണ്, പെട്ടെന്ന് മരണപ്പെട്ടു പോയി. പ്രഗത്ഭനായിരുന്നു. നമ്മളെ ഈ അടുത്ത കാലഘട്ടത്തിൽ കണ്ട സാലിഹ്യങ്ങളിൽ ഒരാളായിരുന്നു അദ്ദേഹം. വളരെ സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അള്ളാഹു അവരെ പോലെ നമ്മളെ ആക്കി തീർക്കട്ടെ. അള്ളാഹു അവരെ നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. നല്ലൊരു സ്വാലിയായ മനുഷ്യനായിരുന്നു. രാത്രി 12 മണി വരെ വയല് പറയും. 12 മണി കഴിഞ്ഞിട്ട് വയൽ നിർത്തൂ. എന്തിനു വേണ്ടി എന്നറിയോ? ദുആക്ക് വേണ്ടിയിട്ട്. അതൊക്കെ ചില അദബുകളാണ്. അതൊക്കെ ചില മാറ്റപ്പെട്ട മനുഷ്യന്മാരാ. ഇത്ര ആളുകളൊന്നും ഇന്നത്തെ സമൂഹത്തിൽ കാണുമെന്ന് പോലും സംശയമാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. വളരെ സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അപ്പൊ ഞാൻ ഉദാഹരണം പറയാം. അപ്പൊ നേരത്തെ അന്നൊരു മരിക്കുമെന്ന ഒരു നിശ്ചയമില്ല. അപ്പൊ നേരത്തെ തന്നെ എണ്ണയിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത്. ഒരു പെണ്ണ് ഞങ്ങളിരിക്കുന്ന സദസ്സിൽ നബിയുടെ അടുത്തേക്ക് കയറി വന്നു. ഒരു വസ്ത്രം ഉണ്ട്. ആ പെണ്ണിന്റെ കയ്യിൽ മനോഹരമായ കരയൊക്കെ ഇങ്ങനെ പിടിച്ചുണ്ടാക്കിയ നല്ലൊരു വസ്ത്രം. ഈ പെണ്ണ് ഈ വസ്ത്രം കൊണ്ടുവന്ന് നബിക്ക് കൊടുത്തു. നബി, എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ നെയ്തെടുത്ത വസ്ത്രമാണ്. ശ്രദ്ധിക്കണില്ലേ? ഞാൻ എന്റെ കൈ കൊണ്ട് നെയ്തെടുത്തതാണ്. ഇത് ഞാൻ കൊണ്ടുവന്നതിൽ ഇത് ഞാൻ നിങ്ങൾക്ക് ധരിപ്പിക്കാൻ വേണ്ടിയാണ് നബിയെ, നിങ്ങൾക്ക് ധരിക്കാൻ തരാൻ വേണ്ടിയാണ് നബിയെ എന്ന് പറഞ്ഞ് പുണ്യ നബിയുടെ കയ്യിലേക്ക് ഇതങ്ങോട്ട് കൊടുത്തു. നബിയു, ആ വസ്ത്രം നബി വാങ്ങി. അത് കണ്ടപ്പോ റസൂലുള്ളാഹിക്ക് വലിയ തൃപ്തി, വലിയ സന്തോഷം തോന്നി. ആ വസ്ത്രം നബി ഇങ്ങോട്ട് വാങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നേരെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. ഇതും റസൂലുള്ളാഹിക്ക് അത് കണ്ട പോലെ ഇഷ്ടായി. ഈ വസ്ത്രം, ഈ നല്ല മനോഹരമായ ഒരു വസ്ത്രം കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ഇഷ്ടായി. നേരെ വേഗം വീട്ടിലേക്കാണ് പോയി. എന്നിട്ട് ആ സഭ പിരിഞ്ഞും നിന്റെ മുമ്പ് വീണ്ടും ഞങ്ങളടുത്തേക്ക് മടങ്ങി വന്നപ്പോൾ നബി അത് അണിഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രമായി. നബിക്ക് അത് കണ്ടപ്പോൾ നല്ല തൃപ്തിയായി. വേഗം ഉടനെ തന്നെ അത് പോയിട്ട് തന്റെ വസ്ത്രം മാറിയിട്ട് ആ സ്ത്രീ കൊണ്ടുവന്ന ആ വസ്ത്രം അണിഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കണ്ടപ്പോൾ അത് തിരക്കടില്ലല്ലോ എന്ന് ഞങ്ങളെ കൂട്ടത്തിലെ ഒരാൾക്ക് തോന്നി. ഒരാൾക്ക് തോന്നിയത് നല്ല രസമുണ്ടല്ലോ, ഭംഗിയുണ്ടല്ലോ, മനോഹരമാണല്ലോ തോന്നി. അയാൾ എണീറ്റ് നബിയോട് പറഞ്ഞു,
നബി അത് എനിക്ക് ഇങ്ങോട്ട് തന്നേക്ക് നബിയെ എന്ന് പറഞ്ഞു. വേഗം റസൂലുള്ളാഹി അകത്തേക്ക് തന്നെ പോയി. എന്നിട്ട് ആ വസ്ത്രം അഴിച്ചിട്ട് മടങ്ങി വരാൻ ഒരുങ്ങിയപ്പോൾ ഞങ്ങൾ അയാൾ ആക്ഷേപിച്ചു, വല്ലാത്തൊരു മനുഷ്യനാ. നബി അത് കിട്ടിയ ഉടനെ തന്നെ അകത്ത് പോകാനുള്ള കാരണം അതിന്റെ ഭംഗി കൊണ്ടായിരിക്കും. നബിക്ക് അത് അത്രയും പിടിച്ചിട്ടുണ്ടോ? അത് ഉടനെ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ധരിക്കാൻ കാരണം നബിക്ക് അതിനോട് വലിയ താല്പര്യമുള്ളതുകൊണ്ട്. നിനക്കറിയാമല്ലോ ഇന്ന അന്നക കാലൽ ഖൗമു മാ അഹ്സൻത, അത് ചെയ്ത് ശരിയായില്ല. ലബിസഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹ്താജൻ ഇലയ്യ, വലിയ സന്തോഷത്തിലും വലിയ ആനന്ദത്തിലുമല്ലേ നബി അത് ധരിച്ചു വന്നത്. സുമ്മ സഅൽതഹു, പിന്നെ നീ എന്തിനെ അത് ചോദിച്ചത്? വഅലിംത, നിനക്കറിയാമല്ലോ അന്നഹു ലാ യറുദ്ദു, ആര് ചോദിച്ചാൽ നബി തടയൂല, ഉടനെ കൊടുക്കുമെന്ന് നിനക്കറിയില്ല മനുഷ്യ. എന്തിനാ നീ അത്? നബി അത്ര ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ഒരു വസ്ത്രം നീ എന്നെ ഉടനെ തന്നെ കൈകാട്ടിയത് മോശമായി പോയി. ഖാല, അയാള് പറഞ്ഞു, ഇന്നി വല്ലാഹി മാ സഅൽതുഹു ലിഅൽബസഹാ, ഞാൻ ധരിക്കാൻ വേണ്ടി ചോദിച്ചതേ അല്ല. ഇന്നമാ സഅൽതുഹു ലിതകൂന കഫനീ,